പി.വി. അൻവർ എം.എൽ.എ, നിലമ്പൂർ എം.എൽ.എ ഇപ്പോൾ നമ്മോടൊപ്പം തത്സമയം ചേരുകയാണ്. പക്ഷേ പി.വി. അൻവർ, താങ്കൾ ഉന്നയിച്ച എല്ലാ ആരോപണങ്ങളും മുഖ്യമന്ത്രി പിണറായി വിജയൻ തള്ളിക്കളഞ്ഞു. ഒന്ന്, അൻവറിന്റെ ആരോപണങ്ങൾ ഉന്നയിച്ച സമയത്ത് തന്നെ ചില സംശയങ്ങൾ ഉണ്ടായിരുന്നു, എന്നാലും അന്വേഷണത്തിന് തീരുമാനിക്കുകയായിരുന്നു. ആ അന്വേഷണം മുന്നോട്ട് പോകുന്നുണ്ട് എന്ന് അദ്ദേഹം പറയുന്നു. മൂന്നാമതായി അൻവറിന്റെ ഉദ്ദേശം വ്യക്തമായല്ലോ എന്ന് അദ്ദേഹം പറയുന്നു. എന്തായിരുന്നു അൻവറിന്റെ ഉദ്ദേശം? അതെല്ലാം ക്ലിയറാണല്ലോ. ഉത്തരവും ആ ചോദ്യത്തിൽ തന്നെ ഉണ്ടല്ലോ. അപ്പോൾ എന്നെ സംബന്ധിച്ച് ആ വിഷയത്തിൽ അദ്ദേഹം ഉദ്ദേശിക്കുന്നത് ഈ കള്ളക്കടത്തുകാരുടെ നോമിനിയായിട്ട് ഞാൻ പ്രവർത്തിക്കുന്നു, പോലീസിനെ നിർവീര്യമാക്കണം, അതാണല്ലോ ഉദ്ദേശിച്ചത്. അതായിക്കോട്ടെ. പിന്നെ എന്താണ് ഉദ്ദേശിച്ചത് എന്ന് പറഞ്ഞാൽ ഈ സമൂഹം ഇതറിയണം എന്നാണ് ഉദ്ദേശിച്ചത്. പിന്നെ ഒരു ക്വസ്റ്റ്യൻ കൂടി ഉണ്ടായിരുന്നില്ല. എന്തായിരുന്നു? രണ്ടെന്തായിരുന്നു? അദ്ദേഹം ആരോപണങ്ങളെല്ലാം തള്ളിക്കളഞ്ഞു. CPM പക്ഷത്ത് നിന്ന്, തങ്ങളെ ഇത്രയും നാൾ ചേർത്ത് നിർത്തിയ ആളുകളുടെ പക്ഷത്തു നിന്ന് അതിക്രൂരമായ ആക്രമണങ്ങളുടെ കൂരമ്പ് കൊള്ളുകയാണ് അൻവറിന്. കള്ളക്കടത്തുകാരുടെ സെക്യൂരിറ്റി പണിയാണ് അൻവർ എടുക്കുന്നത് എന്ന് പറഞ്ഞത് CPM-ന്റെ MP ആണ്. പ്രതികരിക്കേണ്ട ഇതിനൊക്കെ ഒക്കെ പ്രതികരിച്ച് കഴിഞ്ഞല്ലോ. അഭിലാഷ് കേൾക്കാത്തോണ്ടാ. ആ കുരമ്പുകളൊക്കെ കുറേ കണ്ടതാണ്. അത് പോട്ടെ. അപ്പം ഞാൻ പറയാം, ഞാൻ ഈ വിഷയത്തിൽ മുഖ്യമന്ത്രി പറഞ്ഞ ഈ എന്താ പറയുക ദുസ്സൂചനക്ക് ഞാൻ ഇന്ന് രാവിലെ പറഞ്ഞു, ബഹുമാനപ്പെട്ട ഗവൺമെൻറ്, മുഖ്യമന്ത്രി, പാർട്ടി ഒരു സിറ്റിംഗ് ജഡ്ജിയെ കൊണ്ട് സത്യസന്ധരായ ഉദ്യോഗസ്ഥരെ വെച്ച് ഇത് അന്വേഷിക്കാൻ തയ്യാറുണ്ടോ എന്നെൻ്റെ ചോദ്യം. ഒരാളും ഇതുവരെ മറുപടി പറഞ്ഞിട്ടില്ല. അതിൽ പി.വി. അൻവറിനെ പറ്റി ആരോപിക്കുന്ന ഈ ആരോപണം മുഖ്യമന്ത്രി സൂചിപ്പിക്കുന്നത് അന്വേഷിക്കട്ടെ. അപ്പം എനിക്കുള്ള ഇനിയുള്ള മാർഗം ഹൈക്കോടതിയാണ്. ഹൈക്കോടതിയിൽ ഞാൻ ഈ പറയുന്ന പബ്ലിക് ലിറ്റിഗേഷൻ പെറ്റീഷൻ ഫയൽ ചെയ്യാൻ പോവുകയാണ്. ആ പൊതു താൽപ്പര്യ ഹർജിയിൽ ബഹുമാനപ്പെട്ട കോടതിയോട് എനിക്ക് പറയാനുള്ള ഈ കാര്യങ്ങളാണ്. തീർച്ചയായും. അതായത് താങ്കൾ ഒരു നിയമ പോരാട്ടത്തിന് ഇറങ്ങുകയാണ്. ആ പോരാട്ടം സർക്കാരിനെതിരെ കൂടിയാണ്. പി.വി. അൻവർ ഒരു നിയമ പോരാട്ടത്തിന് ഇറങ്ങുന്നു. ഒപ്പം താങ്കളുടെ രാഷ്ട്രീയമായ അടുത്ത നീക്കം എന്താണ്? താങ്കൾ ഇനി LDF-ന്റെ പാർലമെന്ററി പാർട്ടിയിൽ ഇല്ല, പുതിയൊരു പാർട്ടി രൂപീകരിക്കുകയാണോ? അല്ല, അതൊന്നും തീരുമാനിച്ചിട്ടില്ല. എനിക്ക് ജനങ്ങളോട് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. അതൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് പാർട്ടി തീരുമാനിക്കുക, പാർട്ടി ഉണ്ടാക്കുക എന്നതൊക്കെ അത്ര എളുപ്പമുള്ള കാര്യമൊന്നുമല്ലല്ലോ. ഈ പൊതുസമൂഹത്തോട് ഈ കാര്യങ്ങളൊക്കെ ഒന്ന് ചർച്ച ചെയ്യട്ടെ. ജനങ്ങളുടെ പ്രതികരണം എങ്ങനെയാണ് നോക്കട്ടെ. ഞാൻ ജനങ്ങൾക്ക് വേണ്ടിയാണല്ലോ ഈ കാര്യങ്ങൾ ഇത്രയും റിസ്ക് എടുത്ത് ഇറങ്ങിയത്. ആ ജനങ്ങൾ ഇനി ഞാൻ വിളിക്കുന്ന യോഗങ്ങളിൽ പൊതുസമൂഹം എന്ത് റിയാക്ഷൻ എടുക്കുന്നു, അവർ ഈ വിഷയത്തിൽ എന്നോടൊപ്പമാണോ, എനിക്ക് പിന്തുണ നൽകാൻ തയ്യാറുണ്ടോ? പിന്തുണ നൽകാൻ തയ്യാറുണ്ടെങ്കിൽ ഞാൻ മുന്നോട്ട് പോകും. അല്ലെങ്കിൽ അതിനടുത്ത സ്റ്റെപ്പ് അപ്പോൾ ആലോചിച്ചൊരു തീരുമാനം എടുക്കും. അത്രേ ഉള്ളൂ. അല്ല, ഒരു പുതിയ പൊളിറ്റിക്കൽ ഫോർമേഷൻ തീരുമാനിക്കേണ്ടത്. ഈ വിഷയം പുതിയ പൊളിറ്റിക്കൽ ഫോർമേഷൻ രൂപീകരിക്കപ്പെടുകയാണോ? CPM-ലേക്ക് സ്വതന്ത്രരായി വന്ന, അതായത് ലീഗിൽ നിന്നും കോൺഗ്രസിൽ നിന്നും വന്ന ആളുകളൊക്കെ കൂടി ചേർന്ന്, അതായത് KT ജലീൽ താങ്കളെ തള്ളി പറഞ്ഞിട്ടില്ല, അനുകൂല നിലപാടെന്നാണ് സൂചന. PTI റഹീമിന് അങ്ങനെ ഒരു നിലപാടുണ്ട് എന്ന് കേൾക്കുന്നു. നിയാസ് പുളിക്കലകത്ത് ഇന്നലെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടു. അങ്ങനെ CPM-ലേക്ക് മലപ്പുറം മേഖലയിലൊക്കെ ലീഗിൽ നിന്നും കോൺഗ്രസിൽ നിന്നും വന്ന നേതാക്കൾ ഒരു പുതിയ പൊളിറ്റിക്കൽ ഫോർമേഷന്റെ ഭാഗമായി മാറുകയാണോ? അങ്ങനെ ഒരു രാഷ്ട്രീയം ഉണ്ടാവുന്നുണ്ടോ? ഇല്ല, ഇപ്പം രാഷ്ട്രീയത്തിനെ കുറിച്ചൊന്നും ഞാൻ ആലോചിച്ചിട്ടില്ല. ഞാൻ PTI റഹീമിനെയൊക്കെ വിളിച്ചിട്ട് കഴിഞ്ഞ നിയമസഭാ സമ്മേളനത്തിൽ ട്രിവാൻഡ്രത്ത് കണ്ട, ഞാൻ സംസാരിച്ചിട്ട് പോലുമില്ല. ഇതിലാകതിലൊന്ന് ബന്ധപ്പെട്ടത് പ്രാവശ്യം ജലീലിനെയാണ്. അതല്ലാതെ ഒരാളെയും ഞാനതിന് ബന്ധപ്പെട്ടിട്ടില്ല, അങ്ങനെ ഒരു ഡിസ്കഷൻ നടത്തിയിട്ടില്ല. അതിൻ്റെ യാഥാർത്ഥ്യം. പിന്നെ യാഥാർത്ഥ്യത്തിന് ഒരു വിലയില്ലാത്ത കാലത്ത് എന്ത് പറയുന്നത്? ജലീലിന്റെ പിന്തുണ താങ്കൾക്കുണ്ടോ? എങ്ങനെ? ജലീലിന്റെ പിന്തുണ ഉണ്ടോ താങ്കൾക്ക്? ഞാൻ ഒരാളുടെയും പിന്തുണ അഭിലാഷ്, ഞാൻ ഒരാളുടെയും പിന്തുണ ചോദിച്ചിട്ടില്ല, പിന്തുണയ്ക്ക് വേണ്ടി അഭ്യർത്ഥിച്ചിട്ടില്ല. ഞാൻ ജനങ്ങളുടെ പൊതുസമൂഹത്തിൻ്റെ പിന്തുണയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അതുണ്ടെങ്കിൽ ഞാൻ മുന്നോട്ട് പോകും. അത്രേ ഉള്ളൂ. തീർച്ചയായും. ഇപ്പോൾ താങ്കൾ ഒരുപാട് ഫേസ്ബുക്ക് പോസ്റ്റുകൾ നമ്മുടെ മന്ത്രി മുഹമ്മദ് റിയാസിന് അനുകൂലമായി, അദ്ദേഹം എങ്ങനെയാണ് രാഷ്ട്രീയത്തിൽ വന്നത്, അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ പ്രസക്തി എന്താണ് എന്ന് എതിരാളികൾക്ക് മറുപടി കൊടുക്കുന്ന ഒരുപാട് ഫേസ്ബുക്ക് കുറിപ്പുകൾ ഇട്ടത് ഇപ്പോൾ CPM സൈബർ സഖാക്കളൊക്കെ പ്രചരിപ്പിക്കുന്നുണ്ട്. താങ്കൾക്ക് പെട്ടെന്ന് റിയാസിനെ വളർത്താനുള്ള സംവിധാനമായി പാർട്ടി മാറി എന്ന നിലയിലേക്ക് തോന്നുന്നത്? ഇന്നിപ്പോൾ റിയാസ് പറയുന്നത് അൻവറിന് ഈ പാർട്ടിയെക്കുറിച്ചൊന്നും അറിയില്ലെന്നാണ്. റിയാസിനെ വളർത്താനുള്ള സംവിധാനമായി പാർട്ടിയൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല. ഞാൻ പറയാത്തതാണ് നിങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. റിയാസ് SFI DYFI സംവിധാനത്തിലൂടെ ഉയർന്നു വന്ന, പോരാട്ടം നടത്തി, ജയിൽ കടന്ന് പോലീസിനോട് അടികൊണ്ടുവന്ന നേതാവ് തന്നെയാണ്. അതിൽ യാതൊരു തർക്കമില്ല. ഒരു മന്ത്രിയാകാനുള്ള യോഗ്യത റിയാസിനെ സംബന്ധിച്ച് ഇഷ്ടംപോലെ ഉണ്ട്. DYFIയുടെ അഖിലേന്ത്യാ പ്രസിഡന്റ് ആകുമ്പോഴാണ് റിയാസ് മന്ത്രിയായിട്ടുള്ളത്. അതോടൊപ്പം ഈ പാർട്ടിയുടെ സെക്രട്ടേറിയറ്റ് മെമ്പർ കൂടി അദ്ദേഹം ആവേണ്ടിയിരുന്നില്ല എന്ന് ഞാൻ അദ്ദേഹത്തോട് തന്നെ പറഞ്ഞ. കാരണം ആളുകൾക്ക് ശത്രുത വരും,
എത്രയോ സീനിയറായിട്ടുള്ള ലീഡേഴ്സ് ആ സെക്രട്ടേറിയറ്റിൽ വരേണ്ടവർ മാറി നിൽക്കുകയാണ്. അപ്പം അതൊരു ശരിയായ നിലപാടായില്ല എന്ന് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായമായിരുന്നു. അത് അദ്ദേഹത്തോട് തന്നെ സ്നേഹത്തോടെ ഞാൻ സൂചിപ്പിച്ചിട്ടില്ല. അത്രയേ ഉള്ളൂ, അത്രയേ എപ്പോഴും പറഞ്ഞിട്ടുള്ളൂ. റിയാസിന് വേണ്ടി ആകരുതല്ലോ പാർട്ടി എന്ന് പറയുമ്പോൾ എന്താണ് താങ്കൾ ഉദ്ദേശിച്ചത്? പാർട്ടി റിയാസിന് വേണ്ടിയായി മാറിപ്പോകുന്നു എന്നല്ലേ സ്വാഭാവികമായും കേൾക്കുന്ന ആളുകളെല്ലാവരും വിചാരിക്കും? അല്ല, അതെ അതെ അതെ, അത് ഈ വിഷയവുമായി ബന്ധപ്പെട്ടതല്ല. ഇപ്പോൾ ഈ നടന്നുകൊണ്ടിരിക്കുന്ന ഞാൻ ഈ ആരോപിച്ചിട്ടുള്ള വിഷയങ്ങളുമായി ബന്ധപ്പെട്ടിട്ട് അതുമായി ഘടിപ്പിച്ച് ഈ പോകുന്ന രീതിയിൽ ഒരു അവസ്ഥാവിശേഷമുണ്ട്. അത് ഞാനിപ്പോൾ വിശദീകരിക്കുന്നില്ല, കാരണം ഞാൻ ആ വിഷയം കോടതിയിൽ ഉന്നയിക്കാൻ പോവുകയാണ്. അതിനെയൊക്കെ ബേസ് ചെയ്തിട്ട് തന്നെയാണ് ആ കാര്യം ഞാൻ പറഞ്ഞിട്ടുള്ളത്. അതിലെനിക്ക് അഭിപ്രായ വ്യത്യാസമുണ്ട്. ഇത്രയും സീനിയർ മോസ്റ്റ് ലീഡേഴ്സ് ഇവിടെ ഉണ്ടാകുമ്പോൾ അവരുമായി ചർച്ചകൾ നടത്തി പാർട്ടിയെ നാട്ടിലെ പൊതുവിഷയങ്ങൾ ചർച്ച ചെയ്യപ്പെടാതെ പോകുന്നുണ്ട്. അത് സി എമ്മിൻ്റെ ഭാഗത്തുള്ള വീഴ്ച തന്നെയാണ്. അതാണ് ഞാൻ സൂചിപ്പിച്ചത്. ശരി, ഇപ്പോൾ പി ശശിക്കെതിരെ താങ്കൾ ഒരു പരാതി കൊടുത്തു. ആ പരാതി CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് തള്ളിക്കളയുകയാണ് ചെയ്തത്. പി ശശിക്കെതിരെ കൊടുത്ത പരാതി പരസ്യമാക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടോ? അല്ല, CPM തള്ളിക്കളഞ്ഞ് ഈ വേസ്റ്റ് ബാസ്ക്കറ്റിലേക്ക് ഇട്ട ആ പരാതി ഞാൻ നുള്ളിപ്പറക്കി എടുക്കുന്നുണ്ട്. അത് ഞാൻ കൊടുക്കും. അല്ല, അത് ആ കാര്യത്തിലൊരു നിയമ പോരാട്ടമുണ്ടോ? ആ പരാതി എന്തൊക്കെയാണെന്ന് ജനങ്ങളോട് പറയും. അല്ല, അതിൽ നിയമ പോരാട്ടമല്ല, ഇതിൽ കഴമ്പില്ല എന്ന് പറഞ്ഞിട്ടാണല്ലോ ബഹുമാനപ്പെട്ട പാർട്ടി സെക്രട്ടറി അത് അന്വേഷണമില്ല എന്ന് പറഞ്ഞത്. അതിനി എനിക്ക് പാർട്ടി കോടതിയിലേക്ക് കൊടുക്കാൻ കഴിയുള്ളൂ. പാർട്ടി കോടതി എന്ന് പറയുന്നത് പാർട്ടി പ്രവർത്തകരല്ലേ, അവരത് വായിച്ചിട്ട് ഞാൻ പറഞ്ഞാൽ കഴമ്പുണ്ടോയെന്നില്ല അവർ സ്വയം തീരുമാനിക്കട്ടെ. അല്ലാതെ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇതിലൊക്കെ ഞാൻ ചെയ്യാവുന്നതിൻ്റെ മാക്സിമം ഈ കാര്യത്തിലൊക്കെ ഇടപെട്ട് എനിക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിലൊക്കെ ചെയ്തിട്ടുണ്ട്. ആ കാര്യത്തിൽ ഞാൻ നിസ്സഹായനാണ്. അല്ല, ആ പരാതി, അതായത് പി ശശിക്കെതിരെയുള്ള താങ്കളുടെ പരാതിയിൽ ലൈംഗിക ആക്ഷേപവും ഉണ്ടോ? അങ്ങനെയുള്ള ഒരു പരാതി കൂടി ഉണ്ടോ അതിൽ? അല്ല, അത് ഞാൻ തരും ബഹുമാനപ്പെട്ട പ്രിയപ്പെട്ട അഭിലാഷ്. നാളെ അത് പുറത്ത് വിടുമ്പോൾ നിങ്ങൾ വായിച്ചോ. നാളെ അത് പുറത്തു വിടുമോ? പബ്ലിക് ഡോക്യുമെൻ്റ് ആയിട്ട് വരാൻ പോകില്ലേ? അത് അങ്ങനെയാണ് ഉദ്ദേശിക്കുന്നത്. ഇന്നത്തെ തിരക്കൊക്കെ ഒന്ന് കഴിഞ്ഞിടുന്നത് എല്ലാം കൂടെ തീർച്ചയായിട്ടും. അപ്പോൾ ഇപ്പോൾ അതായത് 4 അന്വേഷണം നടക്കുമ്പോഴും ADGP MR അജിത് കുമാർ സുരക്ഷിതനാണ്, പി ശശി സുരക്ഷിതനാണ്, കാര്യങ്ങളൊന്നും ഒരു തരത്തിലും വേറെ തരത്തിൽ വരുന്നില്ല, അല്ലെങ്കിൽ മാറുന്നില്ല എന്ന അവസ്ഥയാണ്. ഇപ്പോൾ താങ്കളൊരു തുറന്ന യുദ്ധം പ്രഖ്യാപിച്ചതോടുകൂടി CPM മുഴുവനായും മുഖ്യമന്ത്രിയെ പ്രൊട്ടക്ട് ചെയ്യുന്ന, അല്ലെങ്കിൽ മുഖ്യമന്ത്രിക്ക് വേണ്ടി സംസാരിക്കേണ്ട അവസ്ഥയിൽ എത്തിയില്ലേ? അല്ല, അതായിക്കോട്ടെ തന്നെ, എനിക്കത് കുഴപ്പമൊന്നുമില്ലല്ലോ. ഇപ്പം എനിക്കെതിരെ മുദ്രാവാക്യം വിളിക്കുന്ന, പോസ്റ്റർ ഒട്ടിക്കുന്ന പാവപ്പെട്ട സഖാക്കളെ തെരുവിലേക്ക് ഇറക്കുന്നുണ്ട്. അവർക്ക് വേണ്ടിയിട്ട് ഇറങ്ങിയതാണ് ഞാൻ, അല്ലേ? അല്ലെങ്കിൽ എനിക്കെന്തായിരുന്നു അന്ന് മലപ്പുറം SP സുജിത്താദ് IPS 25 കൊല്ലം കാല് പിടിച്ച് എൻ്റെ അടിമയാണെന്ന് പറയുമ്പോൾ എനിക്കതിന് കൂടെ നിന്നാൽ മതിയായിരുന്നു. അത് കഴിഞ്ഞ് നാടകീയമായിട്ട് ഈ പോലീസ് ഓഫീസർമാരെ സസ്പെൻഡ് ചെയ്യുന്നു, മാറ്റുന്നു. എനിക്ക് ആ പോലീസ് ഓഫീസർമാരെയൊക്കെ ഇങ്ങനെ കെട്ടിപ്പിടിച്ച് എൻ്റെ രാഷ്ട്രീയം നടത്തിയിട്ട് എനിക്ക് മുന്നോട്ട് പോകാമായിരുന്നു, ഒരു കുഴപ്പമുണ്ടാവില്ലായിരുന്നു. അതെല്ലാം ഉപേക്ഷിച്ച് അതൊന്നും ശരിയല്ല. ഞാൻ ഉയർത്തിയ വിഷയം അടിസ്ഥാനപരമായിട്ട് കേരളത്തിലെ പാവപ്പെട്ട കമ്മ്യൂണിസ്റ്റ് പ്രവർത്തകർക്ക്, പാവപ്പെട്ട താഴേക്കടയിലുള്ള LC സെക്രട്ടറി, ഏരിയ സെക്രട്ടറി ഉൾപ്പെടെയുള്ള നേതാക്കൾക്ക് അവർ അപമാനം സഹിക്കുകയാണ് പോലീസ് സ്റ്റേഷനുകളിൽ നിന്ന്, പൊതുപ്രവർത്തകരിൽ നിന്ന്. അത് ശരിയല്ല. ഈ ഗവൺമെൻറ്റിനെ ഉണ്ടാക്കിയത് ഈ പാർട്ടിയാണ്, ഈ ഗവൺമെൻറ്റിനെ നിലനിർത്തുന്ന ഈ പാർട്ടിയാണ്. ഈ വിഷയങ്ങളിൽ മുഴുവൻ എല്ലാ പ്രതിരോധവും തീർത്തത് ഈ പാർട്ടി പ്രവർത്തകരാണ്. നിപ്പയുണ്ടായപ്പോൾ പാർട്ടി പ്രവർത്തകരാണ്, കൊറോണ ഉണ്ടായതിന് നേരിട്ടത് പാർട്ടി പ്രവർത്തകരാണ്, ഇവിടെ ഉണ്ടായ എല്ലാ ദുരിതങ്ങളും ഏറ്റെടുത്ത് പാർട്ടി പ്രവർത്തകരാണ്. ഇന്നും DYFIയുടെ പ്രവർത്തകർ ജില്ലാ ആശുപത്രികളിൽ, സർക്കാർ ആശുപത്രികളിൽ പൊതിച്ചോറ് ഇപ്പോൾ പൊതിഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ടാവും രാത്രിത്തേക്കുള്ള. അവരെ കൺസിഡർ ചെയ്യണം. അവരെ കൺസിഡർ ചെയ്യാത്ത ഒരു രീതിയിലുള്ള പോക്ക് ശരിയല്ല എന്നാണ് ഞാൻ ഉയർത്തിയത്. ഞാൻ ഇപ്പോഴും അവിടെ തന്നെയാണ്, അതെൻ്റെ ബോധ്യമാണ്. അത് ഈ നാട്ടിലെ എല്ലാ പാവപ്പെട്ട സഖാക്കൾക്കും അറിവുള്ള പൊതിച്ചോറ് കെട്ടി വൈകുന്നേരം ഹോസ്പിറ്റലിലേക്ക് എത്തിക്കുന്ന പ്രവർത്തകർ ഇപ്പോൾ ഞങ്ങൾ പാർട്ടിക്കൊപ്പമാണ് എന്ന് ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇടുകയാണ്. താങ്കളെ സ്നേഹിച്ചിരുന്ന, താങ്കളെ കടന്നൽ രാജാവായി കണ്ടിരുന്ന ആളുകൾ ഇപ്പോൾ താങ്കളെ തള്ളിപ്പറയുകയാണ്. അതിൽ വിഷമമുണ്ടോ, സങ്കടമുണ്ടോ? ഒരു വിഷമമില്ല. അവരൊക്കെ കാര്യങ്ങൾ ബോധ്യപ്പെടാൻ കുറച്ച് സമയം കൂടി എടുക്കും. ഇവരാരും അടിമകളല്ലല്ലോ, എല്ലാവർക്കും ചിന്താശേഷിയുണ്ട്. അപ്പോൾ ഒരു മനുഷ്യനെ അടിച്ചമർത്തുന്നതിനും അവനെ തെറ്റിദ്ധരിപ്പിക്കുന്നതിനും ഒരു കാരണമുണ്ടാകും. ഞാൻ 2016 CPM എന്നെ ഔദ്യോഗിക സ്ഥാനാർത്ഥിയായി നിലമ്പൂരിലേക്ക് ഞാൻ ചെല്ലുമ്പോൾ ഉള്ള സ്ഥിതി അഭിലാഷിന് അറിയോ?
എന്നെ ഒരു കോൺഗ്രസ്സുകാരനായി എൻ്റെ എതിരാളിയെ വരാൻ പോകുന്ന ആര്യാടൻ്റെ ബന്ധു കൂടിയാണ് ഞാൻ. അപ്പോൾ ആര്യാടന് ഷൗക്കത്തിന് ജയിക്കാൻ വേണ്ടി ആര്യാടൻ മുഹമ്മദും ആര്യാടൻ ഷൗക്കത്തും ഉൾപ്പെടുന്ന ആളുകൾ പാർട്ടിയിൽ സ്വാധീനം ചെലുത്തി എന്നെ സ്ഥാനാർത്ഥിയാക്കുകയാണ്. എന്തിനു വേണ്ടിയിട്ട്? ആര്യാടൻ്റെ മകൻ ഷൗക്കത്തിന് ജയിക്കാൻ. ഇതായിരുന്നു അവിടെ ഉണ്ടാക്കിയിരുന്ന ഒരു പ്രചരണം. 2 ഏരിയ കമ്മിറ്റികളുണ്ട് നിലമ്പൂരിൽ. ഒരു ഏരിയ കമ്മിറ്റി ഓഫീസ് പൂട്ടി 25ഓളം എന്താ പറയുക പാർട്ടി നേതാക്കന്മാർ രാജിവെച്ചു. 25ഓളം ബ്രാഞ്ച് കമ്മിറ്റി ഓഫീസുകൾ പൂട്ടി. നിലമ്പൂരിലാകെ PV അൻവർ മുർദാബാദ് എന്ന് പറഞ്ഞ് ഇന്ത്യ മാർക്കിട്ട പോസ്റ്റർ ഇട്ടു. എനിക്കങ്ങോട്ട് കടന്നു വരുന്നതിന് പോലും പ്രതിരോധം സൃഷ്ടിച്ചു കോൺഗ്രസ് ഈ കള്ളപ്രചരണം നടത്തിയിട്ട്. പാവപ്പെട്ട സഖാക്കൾ അതിൽ വീണുപോയി. ഇത് വാസ്തവമാണെന്ന് അവർ തെറ്റിദ്ധരിച്ചു. അവസാനം എന്നെ പ്രഖ്യാപിക്കണമോ പ്രഖ്യാപിക്കേണ്ടയോ സ്ഥാനാർത്ഥിയായി ഇന്നലെ കൺഫ്യൂഷനിലായി പാർട്ടി നേതൃത്വം. അവരെന്നെ വിളിച്ചു നോമിനേഷൻ്റെ അവസാന ദിവസം. ഇത്രയും വലിയ പ്രതിഷേധം നടക്കുക, നാടാകെ നിലമ്പൂരിലാകെ പ്രകടനം സഖാക്കളുടെ, PV അൻവർ മുർദാബാദ് വിളിച്ചിട്ട്. അപ്പോൾ അവസാനം പാർട്ടി എന്നോട് ചോദിച്ചു എന്ത് ചെയ്യണം ഈ പ്രതിസന്ധിയിൽ. ഞാൻ അന്ന് എന്നെ വിളിച്ച ഉത്തരവാദിത്തപ്പെട്ട പാർട്ടി സഖാക്കിനോട് ഞാൻ പറഞ്ഞതാ, എന്നെ നിങ്ങൾ സ്ഥാനാർത്ഥിയായി നിലമ്പൂരിൽ പ്രഖ്യാപിക്കുകയാണെങ്കിൽ കേരളത്തിൻ്റെ നിയമസഭയിൽ PV അൻവർ ഉണ്ടാകും. 1. 2, എന്നെ കൊണ്ടൊരു കറുത്ത പുള്ളി ഈ പാർട്ടിക്ക് ഉണ്ടാകില്ല. അങ്ങനെയാണ് എന്നെ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിക്കുന്നത്. ഈ PV അൻവർ മുർദാബാദ് എന്ന് വിളിച്ച പാവപ്പെട്ട സഖാക്കൾ 25 ദിവസത്തെ എൻ്റെ പ്രവർത്തനം കൊണ്ട് അവർക്ക് മനസ്സിലായി അവർ പറ്റിക്കപ്പെട്ടതായിരുന്നെന്ന്. അവർ തിരിച്ച് സഖാവ് PV അൻവർ സിന്ദാബാദ് വിളിച്ചു. അങ്ങനെയാണ് കേരളത്തിലെ നിയമസഭയിലാണ് എത്തുന്നത്. തിരിച്ച് 2021 വീണ്ടും ആ സഖാക്കൾ PV അൻവർ സിന്ദാബാദ് വിളിച്ചു. ശരി, ഈ ഇന്നലത്തെ താങ്കളുടെ വാർത്താ സമ്മേളനം കഴിഞ്ഞതിന് ശേഷം ഇതൊന്നും നിങ്ങൾക്ക് കേൾക്കണ്ട. അല്ല, താങ്കളെ CPM ൽ നിന്ന് ആരെങ്കിലും വിളിച്ചിരുന്നോ? താങ്കൾക്ക് ഹൃദയബന്ധമുള്ള വ്യക്തിബന്ധമുള്ള നിരവധി ആളുകളുണ്ടല്ലോ. എന്ന് മാത്രമല്ല ഇപ്പൊ പലരും ഞങ്ങളല്ല PV അൻവറിന്റെ പിറകിൽ എന്നൊക്കെ പറയേണ്ട അവസ്ഥയിലാണ്. P ജയരാജൻ പോസ്റ്റ് ഇട്ടു, ഞാനല്ല PV അൻവറിന്റെ പിന്നിൽ, അങ്ങനെ പ്രചരിപ്പിക്കുന്നത് തെറ്റാണ് എന്ന്. താങ്കളെ പിന്തുണച്ചിരുന്ന CPM നേതാക്കൾ ഉണ്ടായിരുന്നോ? എന്നെ ഞാൻ ഒരു നേതാവിൻ്റെ അടുത്തേക്കും പോയി. നിങ്ങളിപ്പോൾ ജലീലിൻ്റെയും കാരാട്ട് റസാഖിൻ്റെയും കാര്യം പറഞ്ഞല്ലോ. ഇതൊക്കെ നിങ്ങൾ വായുവിൽ നിന്ന് എന്താ പറയുക മെനഞ്ഞുണ്ടാക്കുകയല്ലേ. ഞാൻ ആരോടെങ്കിലും പറഞ്ഞോ? എവിടെയെങ്കിലും എഴുതിയോ? നിങ്ങൾ ഊഹിക്കല്ലേ. നിങ്ങളുടെയൊക്കെ വിചാരം ഇതൊന്നും ഒരാളെ കൊണ്ട് നടക്കില്ല. ഒരുപാട് ആളുകൾ കൂടിയാൽ നടക്കുന്ന കാര്യമാണ്. ഇതിലൊക്കെ പല കമ്മ്യൂണിസ്റ്റ് പാർട്ടിൻ്റെ അകത്തുള്ള പ്രശ്നങ്ങളാണ്. എനിക്ക് സൗഹൃദബന്ധമുള്ള ആളുകളെ കൂടി കഴിഞ്ഞൊരു മാസമായിട്ട് വിളിക്കുന്നില്ല. കാരണം എന്താ അറിയോ? ആ പാവങ്ങൾ ഇതിലേക്ക്, ആ നേതാക്കന്മാരെ ഇതിലേക്ക് കൂട്ടിക്കിട്ടുമെന്ന് പേടിച്ചിട്ടാണ്. അപ്പോൾ അങ്ങനെയാണ് ഇതിനൊക്കെ കാര്യങ്ങൾ. ഞാൻ ഈ നാട്ടിലെ സാധാരണക്കാരായ കൂലിപ്പണിക്കാരായ 24 മണിക്കൂറും പാർട്ടി സിന്ദാബാദ്, ഇൻകുലാബ് സിന്ദാബാദ് വിളിക്കുന്ന ആ സഖാക്കളുടെ പ്രയാസവും കണ്ണീരും വിഷമവും കണ്ടിട്ടിറങ്ങിയതാണ്. അല്ലാതെ എനിക്കെന്ത് ചെയ്താൽ, എനിക്കതിലെന്ത് ലാഭം നഷ്ടങ്ങളല്ലാതെ എൻ്റെ ജീവന് പോലും അപകടത്തിലാണ്. നിങ്ങൾക്കറിയാലോ, എനിക്കെന്താ തലക്ക് വെളിവില്ലായ്മ ഉണ്ടാവും. ഇപ്പോ കോടതിയിലേക്ക് പോകുന്നുണ്ട്. കോടതി മുൻപാകെ എന്തൊക്കെ കാര്യങ്ങൾ ഈ സ്വർണ്ണക്കടത്ത് പൊട്ടിക്കുന്നു, അതായത് പോലീസ് സ്വർണ്ണക്കള്ളക്കടത്തുകാരിൽ നിന്ന് ഇങ്ങനെ ഈ തരത്തിൽ സ്വർണം പിടിച്ച ആ വിഷയമാണോ? അതാണോ കോടതിയിലെ പോരാട്ടത്തിന്റെ വിഷയം? പറഞ്ഞോളൂ. അല്ല, അത് തന്നെ ഈ ഞാൻ ആദ്യം പറഞ്ഞില്ല, നിങ്ങൾ പറയുന്നത് ശ്രദ്ധിക്കുന്നില്ല. അതാണ് നിങ്ങളൊക്കെ പ്രശ്നം. നിങ്ങളുടെ ഫോക്കസിലേക്ക് എന്നെ കൊണ്ടുപോവുക, നിങ്ങളുടെ താല്പര്യങ്ങൾ നിങ്ങൾ പറയിപ്പിക്കുക. ഞാൻ പറയുന്ന കാര്യം നിങ്ങൾ ശ്രദ്ധിക്കണില്ല അഭിലാഷ്. നിങ്ങൾ ആദ്യം എന്നോട് ചോദ്യം ചോദിച്ചു, അതിന് ഞാൻ ഉത്തരം പറഞ്ഞു. കോടതിയിൽ ഞാൻ പോകുന്നത്, അല്ല ഒരു മിനിറ്റ് അഭിലാഷ്, കോടതിയിൽ ഞാൻ പോകുന്നത് ഈ ഒറ്റ കാര്യത്തിനാണ്. ഏത് കാര്യത്തിന്? ഈ പോലീസുമായി ബന്ധപ്പെട്ട് നടത്തിയ ഇവിടെ കള്ളക്കടത്തുകൾ, ഡാൻസ് ഓഫ് സംഘം നടത്തിയ അവരുടെ സ്വത്ത് സമ്പാദനം, അതിനോടൊപ്പം ഇവിടെ മയക്കുമരുന്ന് കച്ചവടം നടത്തുന്ന സുജിത്താസും ടീമും, ഈ വിഷയങ്ങളാണ് ഞാൻ കോടതിയിൽ ശ്രദ്ധയപ്പെടുത്താൻ പോകുന്നത്. ഞാൻ പറഞ്ഞു. മറ്റു വിഷയങ്ങൾ രാഷ്ട്രീയ വിഷയങ്ങളാണ്. ശശിക്കെതിരെയുള്ള നിലപാട് രാഷ്ട്രീയ വിഷയമാണ്. അക്കാര്യത്തിൽ താങ്കൾ നേരത്തെ പറഞ്ഞത് പാർട്ടി പ്രവർത്തകർക്ക് അറിയാനുള്ള സംവിധാനം ഉണ്ടാക്കും. അതായത് ആ പരാതി പുറത്തുവിടും. അതാണ് ചെയ്യാൻ പോകുന്നത്. അതല്ലാതെ അതിൽ നിയമ പോരാട്ടമൊന്നുമില്ല. അതെ, എന്ത് എവിടെ പോയിട്ട് ആ പാർട്ടിയിലെ കാര്യം ഏത് കോടതിയിൽ എന്ത് ചെയ്യാൻ? ഞാൻ പാർട്ടി മെമ്പറാണെങ്കിൽ അതിനെ ബേസ് ചെയ്ത് പോയിരുന്നു. അതിന് മാർഗ്ഗമില്ലല്ലോ. ഐ എം നോട്ട് എ മെമ്പർ ഇൻ ദ കമ്മ്യൂണിസ്റ്റ് പാർട്ടി. സോ വാട്ട് ഐ ക്യാൻ ഡു വിത്ത് ദ ലീഗൽ ആക്ഷൻ ഓൺ ദാറ്റ്? നത്തിങ്. സോ വിൽ ഗിവ് ടു ദ പീപ്പിൾ ഓഫ് ദ പാർട്ടി ഇൻ ദ ലോക്കൽ സൈഡ്. അത്രേ പറ്റുള്ളൂ. അപ്പോൾ ഓക്കെ, നമുക്ക് കാണാം. ലാൽ സലാം, ലാൽ സലാം. ലാൽ സലാം എന്നുള്ളതാണ് PV അൻവറിന് അവസാനമായി പറയാനുള്ളത്. എന്തായാലും നിയമ പോരാട്ടവുമായി മുന്നോട്ട് പോവുകയാണ് PV അൻവർ. അദ്ദേഹത്തിന് ഏറ്റവും ഒടുവിൽ പറയാൻ ഉള്ള കാര്യങ്ങളാണ് നമ്മൾ കേട്ടിട്ടുള്ളത്. ഇനി